ഹായ്, എല്ലാവർക്കും സിമ്പിൾ ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്വിച്ച് ബോർഡ് അസംബിൾ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കുറച്ച് വയറിംഗ്, അത് നമ്മൾ പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തൽക്കാലം ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് 3 പിൻ സോക്കറ്റുകൾ, സ്വിച്ച്, ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്വിച്ച് ബോർഡാണ്. അതുപോലെ കുറച്ച് വയർ, അതുപോലെ കുറച്ച് ടൂൾസ്, ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. ഇതിൻ്റെ ഞാൻ തന്നെ വരച്ചെടുത്ത ഒരു ഡയഗ്രാമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, അത് ആ സ്വിച്ചുകൾ, ഇൻഡിക്കേറ്റർ, അതെല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഡയഗ്രാം വെച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ പെയിൻറ്റിനകത്ത് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താണ്. ആ വയറുകൾ തമ്മിൽ ചുമലയും കറുപ്പൊക്കെ കൂട്ടിമുട്ടിയേക്കുന്ന പോലെ തോന്നുന്നത് കൂട്ടിമുട്ടിയതല്ല, ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നതാണ്. അത് വരയ്ക്കുന്നതിലെ പരിമിതികൾ കൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് കണ്ടാൽ മനസ്സിലാകും. ഈ ഒരു ഡയഗ്രാം വെച്ചാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്വിച്ച് എല്ലാം അതിലേക്ക് ജോയിൻ്റ് ചെയ്യണം. ആ സോക്കറ്റ് ജോയിൻ്റ് ചെയ്യാനായിട്ട് അവിടെ കട്ട് ചെയ്ത് കളയണം. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു മാനുഫാക്ചറിങ്. കട്ട് ചെയ്ത് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തു. ഇനി സ്വിച്ച്, ഇൻഡിക്കേറ്ററും ഒക്കെ ജോയിൻ്റ് ചെയ്യാം. ആദ്യം ഒരു ഇൻഡിക്കേറ്ററാണ് വയ്ക്കുന്നത്. കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ളൊരു ഇൻഡിക്കേറ്റർ. അത് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് അതിലോട്ട് ജോയിൻ്റ് ചെയ്യണം. സ്ക്രൂ ഇട്ടിട്ട് സ്ക്രൂവിനൊരു ബോൾട്ടും കൂടെ ഉണ്ട്, എന്നാലേ അതവിടെ കറക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. കൈ കൊണ്ട് മുറുക്കിയിട്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ടും കൂടെ മുറുകണം. നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ കാണിച്ച് ഇതൊന്ന് വെരിഫൈ ചെയ്യിക്കണം. കാരണം എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ഇത് ചെയ്യാവൂ. സ്ക്രൂ ഡ്രൈവർ ഇട്ട് നമ്മളത് മുറുക്കി എടുത്തു. ഇനി അടുത്തത് ഒരു സ്വിച്ച് വയ്ക്കാം. സ്വിച്ച്, 3 പിൻ സോക്കറ്റ്, ഇനി ആ ഒരു ഓർഡറിലാണ് നമ്മൾ വയ്ക്കുന്നത്. സ്വിച്ചും സെയിം ഇതുപോലെ. സ്വിച്ച് വയ്ക്കുമ്പോൾ നേരെ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ തിരിഞ്ഞു പോകും. നമ്മൾ ഓൺ ആക്കുന്ന പോലെ ഓഫ് ആക്കേണ്ടി വരും. കറക്റ്റ് നേരെ വെച്ച് ചെയ്താൽ മതി. അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ആ സർക്യൂട്ട് ഡയഗ്രാം പോലെ ഇതിലേക്ക് അസംബിൾ ചെയ്ത് കൊടുക്കണം. അത് അസംബിൾ ചെയ്തെടുത്തു. ഇനി അതിൻ്റെ ന്യൂട്രൽ പോയിന്റുകൾ തമ്മിൽ ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. അതവിടെ N എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ വലത്ത് സൈഡിൽ, 3 പിൻ സോക്കറ്റിൻ്റെ വലത്ത് സൈഡിൽ തിരിച്ച് പിടിക്കുമ്പോൾ അതിന് ഇടത്ത് സൈഡിലാകും. ഇതിനായിട്ട് നമ്മൾ 3 കളറിലാണ് എടുത്തേക്കുന്നത്. റെഡ് ഫേസ്, അതുപോലെ കറുപ്പ്, ന്യൂട്രല്, പച്ച, എർത്ത്. അങ്ങനെയാണ് ഗാർഹിക സർക്യൂട്ടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന നിറങ്ങൾ. അപ്പോൾ അത് ജോയിൻ്റ് ചെയ്യുവാണ് ന്യൂട്രലുകളെല്ലാം. അവസാനത്തെ ഒരെണ്ണം നമ്മുടെ 2 പിൻ സോക്കറ്റാണ്. അതിൻ്റെ ന്യൂട്രൽ താഴെ അതിലേക്ക് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പരസ്പരം നമ്മൾ ജോയിൻ്റ് ചെയ്തു. ഇനി ആ ഇൻഡിക്കേറ്ററിലോട്ടും കൂടെ ഉള്ള ഒരു കണക്ഷൻ കൊടുക്കണം, ഇൻഡിക്കേറ്റർ തെളിയാനായിട്ട്. അതും അതുപോലെ തന്നെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് വെച്ചു. അത് ഇപ്പോൾ ന്യൂട്രലുകളെല്ലാം ജോയിൻ്റ് ചെയ്തു. ഒന്നുകൂടെ നോക്കുക. ഓക്കെ. ഇനി അടുത്തത് ഫേസ്, അതായത് ലൈൻ. അവിടെ L എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടത്ത് സൈഡിൽ, 3 പിൻ സോക്കറ്റിൻ്റെ ഇടത്ത് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് തിരിച്ച് പിടിക്കുമ്പോൾ അത് വലത്ത് സൈഡിലാകും. വലത്ത് സൈഡിലാണ് സാധാരണ ഫേസ് വരുന്നത്. അപ്പോൾ ഈ ഫേസുകളെല്ലാം നമ്മൾ സ്വിച്ചിൽ നിന്നാണ് ഇതിൻ്റെ കണക്ഷൻ പോകുന്നത്. സ്വിച്ചിൽ നിന്ന് ഫേസിലോട്ട്. സ്വിച്ച് ഓൺ ആക്കുമ്പം ഫേസ് ഓൺ ആകും. അങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ട്. അപ്പം റെഡ് വയർ വെച്ച് നമ്മൾ അതങ്ങ് ജോയിൻ്റ് ചെയ്യുകയാണ്. ആ അളവിൽ കട്ട് ചെയ്തെടുത്ത് അങ്ങോട്ടങ്ങനെ സ്വിച്ചിൻ്റെ ഒരു പോർട്ടിൽ നിന്ന് അടുത്ത ഫേസിൻ്റെ പോർട്ടിലേക്ക്, അങ്ങനെയെല്ലാം നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കണം. ഈ ഒരു സ്വിച്ചിൽ നിന്നാണ് ആ ഒരു 3 പിൻ സോക്കറ്റിലേക്കും 2 പിൻ സോക്കറ്റിലേക്കും ഉള്ള കണക്ഷൻ പോകുന്നത്. ഒറ്റ സ്വിച്ചും കൊണ്ട് ഇപ്പോൾ 2 സോക്കറ്റ് നമുക്ക് വർക്ക് ചെയ്യിക്കാം. അങ്ങനെ അതും ഫേസിൻ്റെ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ കൊടുത്തു. ഇനി സ്വിച്ചുകളിലേക്കുള്ള സപ്ലൈ കൊടുക്കണം. ഒന്നാണ് സ്വിച്ചുകളിലേക്കുള്ള സപ്ലൈ. അത് എന്നാലേ സ്വിച്ച് ഓൺ ആകുമ്പം കറണ്ട് അടുത്ത ഇതിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഒറ്റ വയർ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അളവെടുത്തിട്ട് ആ ഭാഗത്തെ മാത്രം ഇൻസുലേഷൻ കളഞ്ഞ് ഒരു സൈഡിൽ നിന്നോട്ട് അത് അപ്പുറത്തെ സൈഡ് വരെ കയറ്റി വിടും.
അങ്ങനെ ആ കണക്ഷൻ അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ പതുക്കെ ഒരു സൈഡിൽ നിന്ന് തൊട്ട് കയറ്റി വിട്ട് ആ സ്വിച്ചിൻ്റെ ആ സ്ക്രൂ ഊരി വയ്ക്കുന്നതായിരിക്കും എളുപ്പം. ഒരു സൈഡ് ആയി, ഇനി അടുത്തതിനകത്തൂടെ കയറ്റി അപ്പുറത്തെ സൈഡിലെ ലാസ്റ്റ് സ്വിച്ച് വരെ സപ്ലൈ എത്തിക്കണം. ഒരിക്കലും വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. കൂട്ടിമുട്ടിയാൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ അപകടം ഉണ്ടാകും. അങ്ങനെ സ്വിച്ചുകളിലേക്കുള്ള സപ്ലൈ ആയി. അതെല്ലാം നമ്മൾ സ്ക്രൂ എല്ലാം ടൈറ്റ് ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. എന്നിട്ട് ഇൻഡിക്കേറ്ററിലേക്കുള്ള സപ്ലൈ നമ്മൾ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം റെഡിയായി. ഇനി എർത്ത് കണക്ട് ചെയ്യണം. എർത്ത് ഏറ്റവും മുകളിലുള്ള വലിയ പിന്നാണ്. അതും കോമൺ ആയിട്ട് ഫേസ് കണക്ട് ചെയ്തപോലെ ഒറ്റ വയറിൽ നമ്മളതങ്ങ് പച്ച വയർ എടുത്ത് കണക്ട് ചെയ്യുകയാണ്. അത് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഒരു 3 പിൻ പ്ലഗാണ്. അത് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള, സപ്ലൈ കൊടുക്കാനുള്ള, വേറെ എവിടെയെങ്കിലും കണക്ഷൻ എടുക്കാനുള്ള ഒരു പ്ലഗ്. അതും നമ്മളതുപോലെ ഒരു വയറെടുത്ത് ആദ്യം എർത്ത് കണക്ട് ചെയ്യാം. അതിൻ്റെ ഒരു ബുഷ് ഉണ്ട്, അത് ആദ്യം കയറ്റി എടുക്കണം, ഇല്ലെങ്കിൽ അത് മറന്നു പോയാൽ പിന്നെ അത് ഇടാൻ പറ്റില്ല. എർത്ത് നമ്മൾ മേളിൽ കണക്ട് ചെയ്തു. അതുപോലെ ഫേസ്, ന്യൂട്രൽ ഇത് രണ്ടും കണക്ട് ചെയ്യണം. ഇതിൻ്റെ ഇപ്പോൾ വലത്ത് സൈഡിലാണ് ഫേസ്. എന്തായാലും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ലൈൻ എൽ, അങ്ങനെ ലൈൻ ഫേസ് എൽ, എൻ ന്യൂട്രൽ. അത് റെഡിയായി. ഒരിക്കലും മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെയും കാണിച്ചൊന്ന് വെരിഫൈ ചെയ്യണം. സ്ക്രൂ ഇട്ട് മുറുക്കിയെടുത്താൽ മതി. ഇതൊരു 1 മീറ്റർ വയറാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇനി അതിൻ്റെ മറ്റേ അറ്റം ഇതിലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ സ്വിച്ച് ബോർഡ് നമ്മൾ ഹോളൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തൂടെ വയർ കയറ്റി വിട്ടാൽ മതി. അതൊന്ന് കെട്ടിട്ടെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം വയർ ഊരി പോകാതിരിക്കും. ഒന്ന് ശക്തിയായിട്ട് വലിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും കണക്ഷൻ വിട്ടു പോകാതിരിക്കും. അത് നമുക്കിനി അതാത് പോയിന്റുകളിലേക്ക് ജോയിൻ ചെയ്യണം. കെട്ടിട്ട് നമ്മൾ എടുത്തു 3 എണ്ണം. ഇനിയിപ്പോൾ എർത്ത് പച്ച വയർ അതേ കളറായിട്ട് നല്ല എളുപ്പമുണ്ട്. എർത്തിലേക്ക് കൊടുക്കുകയാണ്. എർത്തിലേക്ക്, ഫേസിലേക്ക്, ന്യൂട്രലിലേക്ക്. അത് അടുത്ത ഫേസ് നമ്മൾ സ്വിച്ചിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു, ആദ്യത്തെ സ്വിച്ചിൻ്റെ. അതുപോലെ ന്യൂട്രൽ ആദ്യത്തെ സോക്കറ്റിൻ്റെ ന്യൂട്രലിലേക്ക്. അപ്പോൾ അവിടെ കൊടുത്തു കഴിയുമ്പോൾ എല്ലായിടത്തും സപ്ലൈ ആയിക്കോളും. അതും നമ്മൾ കൊടുത്തു. ഇനി ഈ സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യുന്ന വഴിയൊന്ന് നോക്കാം. ആദ്യം അത് ഫേസ് വന്ന് ഇൻഡിക്കേറ്ററിലേക്ക് പോകുന്നു. ആ സ്വിച്ചിൽ നിന്ന് അടുത്ത സ്വിച്ചിലേക്കും പോകുന്നു. ഈ സ്വിച്ച് ഓൺ ആക്കുമ്പം ആദ്യത്തെ 3 പിൻ സോക്കറ്റ്, അടുത്തത് ഓൺ ആക്കുമ്പോൾ അടുത്ത 3 പിൻ സോക്കറ്റ്, അടുത്ത സ്വിച്ചിൽ നിന്ന് അടുത്ത 3 പിൻ സോക്കറ്റിലേക്കും 2 പിൻ സോക്കറ്റിലേക്കും. അടുത്തത് ന്യൂട്രൽ, ബ്ലാക്ക് വയർ. അത് ന്യൂട്രൽ വന്ന് കോമൺ ആയിട്ട് എല്ലാ ഇൻഡിക്കേറ്ററിലേക്കും അതുപോലെ 3 പിൻ സോക്കറ്റിൽ നിന്ന് അടുത്ത സോക്കറ്റുകളിലേക്കും പോകുന്നു. അതുപോലെ അടുത്ത എർത്തും ഇതുപോലെ കോമൺ ആയിട്ട് ഒറ്റ കണക്ഷൻ അങ്ങനെ വന്ന് പോകുന്നു. അപ്പോൾ എവിടെയും ഷോർട്ട് ആയിട്ടില്ല എന്ന് ഉറപ്പിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ നോക്കുന്നത്. അപ്പം ഇനി നമുക്ക് ആ ബോക്സ് ക്ലോസ് ചെയ്യാം. വയറുകൾ ഒരു സ്ഥലത്തും കൂട്ടിമുട്ടിയില്ല എന്ന് നമ്മൾ പ്രത്യേകം നോക്കണം. അത് ഉറപ്പിച്ചിട്ടേ ബോക്സ് ക്ലോസ് ചെയ്യാവുള്ളൂ. എല്ലാം ശരിയാണെന്ന് ഉറപ്പിച്ച ശേഷം നമ്മൾ ബോക്സ് അടച്ച് സ്ക്രൂ ഇട്ട് മുറുക്കുകയാണ്.
സ്ക്രൂ ഇട്ടെല്ലാം ഇതും ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ബോക്സ് നമ്മൾ റെഡിയായി, സംഭവം സ്വിച്ച് ബോർഡ് റെഡിയായി. ഇനി ഇത് ചെക്ക് ചെയ്യണം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം. അതെടുത്ത് വേറൊരു എക്സ്റ്റൻഷൻ ബോർഡിലാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്നത്. അത് മേടിക്കുന്ന എക്സ്റ്റൻഷൻ ബോർഡാണ്. അതിൽ കൊടുത്ത് നോക്കാം. അത് കണക്ട് ചെയ്ത് സ്വിച്ച് ഓണാക്കി. ഇൻഡിക്കേറ്റർ തെളിഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തീ കത്തുവോ പൊട്ടിത്തെറിക്കോ എന്തെങ്കിലും ചെയ്തേനെ. നമുക്ക് ടെസ്റ്റർ വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എല്ലാ സോക്കറ്റിലും വൈദ്യുതി വരുന്നുണ്ടോയെന്ന്. ആദ്യത്തെ സോക്കറ്റ് ഓക്കെയാണ്, ടെസ്റ്റർ തെളിഞ്ഞു. രണ്ടാമത്തെ സോക്കറ്റും ഓക്കെയാണ്, മൂന്നാമത്തെ സോക്കറ്റും തെളിഞ്ഞു, നാലാമത്തെ ഓക്കെയാണ്, 2 പിൻ സോക്കറ്റും ഓക്കെയാണ്. ഇനി നമുക്കൊരു ബൾബ് തെളിയിച്ച് നോക്കാം. ഒരു LED ബൾബാണ് എടുത്തേക്കുന്നത്. അത് കുത്തി ഒന്നാമത്തെ സോക്കറ്റ് തെളിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ സോക്കറ്റ് ഓക്കെയാണ്, മൂന്നാമത്തേതും ഓക്കെയാണ്, നാലാമത്തെ 2 പിൻ സോക്കറ്റും ഓക്കെയാണ്. എല്ലാ ലൈറ്റെല്ലാം തെളിഞ്ഞു, അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് തന്നെ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ തീർച്ചയായും ഒരു ഇലക്ട്രീഷ്യനെ കാണിച്ചിത് ബോധ്യപ്പെടുത്തണം, തെറ്റുകളൊന്നുമില്ലാന്ന്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. അതുപോലെ നമുക്കിങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കിയെടുക്കാം. കാരണം ഇത് ഒത്തിരി നാൾ നമുക്ക് ഉപയോഗിക്കാം. കടയിൽ നിന്ന് കിട്ടുന്നതൊന്നും ഇത്രയൊരു ക്വാളിറ്റി കാണില്ല. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി.